നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. നല്ല മഴ ഉണ്ട്. ന്യൂസിൽ ചക്രവാത ചുഴിയുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മഴ മതിയായിട്ടില്ല തോന്നുന്നു. ഇനിയും മഴ തിമിർത്ത് തകർത്ത് പെയ്യാണ്. എന്തുണ്ടാക്കും, എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ഒരു തത്രപ്പാടലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കയ്പ്പയ്ക്ക ഒരു വെറൈറ്റി ആയിട്ടൊരു കറി ഉണ്ടാക്കാം. കയ്പ്പയ്ക്ക കയ്പ്പില്ലാതെ എങ്ങനെ മോരുകറി വെക്കാം, അങ്ങനെ ഒരു അടിപൊളി മോരുകറിയാണ് ഞാൻ കയ്പ്പയ്ക്ക കയ്പ്പില്ലാതെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളതൊന്ന് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് കയ്പ്പയ്ക്ക കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാം. കയ്പ്പയ്ക്ക കൊണ്ടുള്ള ഒരു മോരുകറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. കയ്പ്പയ്ക്ക നന്നായിട്ട് വട്ടന അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടി കൂടിയിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മഞ്ഞൾപ്പൊടി ഉപ്പ് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ആ കഴുകിയ വെള്ളത്തിൻ്റെ നനവ് മതി ഇതൊന്ന് മിക്സാക്കാൻ. പിന്നെ ഒന്ന് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ടും വെളിച്ചെണ്ണ വേണം ഈ കറി ഉണ്ടാക്കാൻ. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ കയ്പ്പയ്ക്ക ഒന്ന് ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ കയ്പ്പയ്ക്ക ഫ്രൈ ആയോ എന്ന് തുറന്നു നോക്കാം. ഇത്ര ഫ്രൈ ആയാൽ മതി കേട്ടോ കയ്പ്പയ്ക്ക. അത് നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെയാണ് മാറ്റിയെടുക്കാം. കയ്പ്പയ്ക്ക ഞാൻ ഫ്രൈ ചെയ്ത് വാങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് മുളക്, കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതും കയ്പ്പയ്ക്കയുടെ ഒപ്പം വാങ്ങി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക്, മറ്റേ സൈഡിൽ ഒട്ടും സമയം കളയാതെ ഒരു സ്പൂൺ ജീരകം, ഒരു നുള്ളിട്ടാലും മതി. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് യൂസ് ചെയ്യണ്ട. അപ്പോൾ ഈ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സവാള വഴറ്റാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ അരച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. കുറച്ച് മതി ഇഞ്ചിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 6 വെളുത്തുള്ളിയും മതിയേ. അത് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അത് കണ്ടോ, ഒക്കെ നന്നായി ഫ്രൈ ആയി. ഇഞ്ചി വെളുത്തുള്ളിയുടെ മണമൊക്കെ ഒന്ന് മാറി കിട്ടി. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 സവാളയും 2 തക്കാളിയും ഈ ഒരു കറിക്ക് ആവശ്യമാണ്. ഇത് കയ്പ്പയ്ക്കയാണെന്ന് നമുക്ക് തോന്നില്ല ഈ കറി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ കയ്പ്പയ്ക്ക വറക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല അത് മിക്സ് ചെയ്യണതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഗരം മസാല പൗഡർ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കയ്പ്പയ്ക്കയിൽ നമ്മൾ ഉപ്പ് ചേർക്കണ്ടല്ലോ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കറിയിൽ ഉപ്പ് ചേർത്താൽ മതി. ആ ഫ്രൈ ചെയ്യണതിൽ നമ്മൾ കുറച്ച് ഉപ്പ് പുരട്ടി വയ്ക്കുമല്ലോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉപ്പ് വളരെ കൂടിപ്പോകും. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതാ നന്നായിട്ട് ഫ്രൈ ആയി കേട്ടോ. ഇത്ര ഫ്രൈ ആവണം, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉള്ളൂ. 2 തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്. ഇത് നന്നായിട്ട് മേശായതിനു ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് അത് വെന്തിട്ട് അങ്ങോട്ട് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, അലിഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് ആദ്യം ഇത് വെന്ത് കിട്ടണം, എന്നിട്ട് അടച്ചു വെക്കാവൂ കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ അടച്ചു വെക്കാവൂ, അല്ലെങ്കിൽ വിവരറിയും ഒക്കെ അടിയിൽ പിടിക്കും. അങ്ങനെ പല വെറൈറ്റി കറികളും ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാം. ഇതെന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ. കയ്പ്പയ്ക്ക ഇട്ടുള്ള ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് ഇത് നല്ല ഒരു ഉപകാരമാവും. എനിക്ക് കയ്പ്പയ്ക്കയുടെ കയ്പ്പ് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ. നമ്മളെ തക്കാളിയുടെ സ്ഥിതി എന്താ നോക്കാം. തക്കാളി നന്നായിട്ട് വെന്തു. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല,
ഇത്ര മതി. എല്ലാം കൂടിയിട്ട് ഒന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ കായപ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് അതൊന്ന് വഴറ്റാം. കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോഴേ എല്ലാം കൂടി ഒരു നല്ല യോജിപ്പ് വരും. ഒന്ന് അടച്ച് വയ്ക്കാം. തേങ്ങയും ജീരകമാണ് ഇതിൽ ചേർക്കണത്. അത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ മതി. കുറച്ച് തേങ്ങ ചേർക്കണുള്ളൂ, വല്ലാതെ തേങ്ങ വേണ്ടതില്ല. തേങ്ങയും ജീരകവും നന്നായി അരച്ച് വെച്ചാണ് അത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പ് വന്നാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങയും ജീരകവും കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് തിളച്ചു കേട്ടോ. ഇതിലേക്ക് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചാൽ ചെറുതായിട്ടൊന്ന് തിളക്കി വരും. പുളിയില്ലാത്ത തൈരാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അധികമാകുമ്പോൾ പിരിഞ്ഞു പോകും. ഇനി നമുക്ക് തീ കെടുത്തിയതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കയ്പ്പയ്ക്ക കറി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഇത് ഊണിന് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ചോറിന് ഇനി നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത അതിനൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ചോറിന് ഉത്തമമാണ്. ഇത് അടച്ചു വെക്കാം. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൗളിലേക്ക് മാറ്റാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനിയും നിങ്ങളുടെ മുന്നിൽ ഞാൻ പുതിയ തരം കറികളായിട്ട് വരും. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനം ആശംസിക്കുന്നു. എങ്ങനെയുണ്ട് എൻ്റെ കായ്പയ്ക്ക കറി? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ കറി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്തെങ്കിലും ഇതിൽ സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനം ആശംസിക്കുന്നു.